ഹലോ എവരിവൺ. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽ കിങ്ഡം +1 ബയോളജിയിലെ ഒരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. ഈ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അതായത് എക്സാം പ്രിപ്പയർ അല്ലെങ്കിൽ എക്സാം പേപ്പർ ഇടുന്നവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അത് ബോർഡ് എക്സാം ആയിക്കോട്ടെ നീറ്റ് എക്സാം ആയിക്കോട്ടെ, ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. ബോണി ഫിഷസിനെയും കാർട്ടിലേജിയസ് ഫിഷസിനെയും കമ്പയർ ചെയ്യുക, ഈ ഭാഗമാണ്. ഇത് നമുക്ക് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഒരു കമ്പാരിസണിലൂടെ നമുക്ക് എന്താ പറയുക, ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു പോർഷനാണിത്. സോ അത് ഞാൻ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘകാലത്തോട് ഇത് ഓർത്തിരിക്കാൻ കഴിയും, നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയും. അല്ലെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു കണക്ഷൻ ഇല്ലാതെ പഠിച്ച ഈ ഭാഗം വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണിത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, നമ്മളിവിടെ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കമ്പാരിസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺട്രിക് തൈസ് എന്ന് പറയുന്ന ഫിഷസിനെയും അതുപോലെ ഓസ്റ്റിക് തൈസ് എന്ന് പറയുന്ന ഫിഷസിനെയും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കും, സിമ്പിളായിട്ട് പഠിക്കും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോൺട്രിക് തൈസിന് കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൻ ആണ്. അതായത് ഇവർക്ക് എൻഡോസ്കെലിട്ടൻ ഉണ്ട്. ഒരാളുടെ എൻഡോസ്കെലിട്ടൻ എന്ന് പറയുന്നത് എന്താണ്? കാർട്ടിലേജിനസ് ആണ്, കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയതാണ്. എന്നാൽ അടുത്ത ആളുടെ എൻഡോസ്കെലിട്ടൻ എന്ന് പറയുന്നത് ബോണി എൻഡോസ്കെലിട്ടൻ ആണ്. അതായത് ബോണ് കൊണ്ടുണ്ടാക്കിയ എൻഡോസ്കെലിട്ടൻ ആണ്. നിങ്ങൾക്കറിയാം എന്താണ് കാർട്ടിലേജ്, എന്താണ് ബോൺ എന്നുള്ളത്. ഒരാളത് കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ എൻഡോസ്കെലിട്ടൻ ആണ്. എന്നാൽ നെക്സ്റ്റ് അടുത്ത ആളുടേത് ബോണ് കൊണ്ടുണ്ടാക്കിയ എൻഡോസ്കെലിട്ടൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രിക് തൈസിനെ എന്ത് വിളിക്കാമെന്നറിയോ? കോൺട്രിക് തൈസിനെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാം. നിങ്ങളൊക്കെ അത് നമുക്ക് പറയാൻ എളുപ്പം ആ പേരാണ് കാർട്ടിലേജിനസ് ഫിഷസ്. എന്താണ്? കാർട്ടിലേജിനസ് ഫിഷസ്. വീണ്ടും ഓർക്കുക, ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നന്നായി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഓസ്റ്റിക് തൈസ് എന്ന് പറയുന്നത് ബോണി ഫിഷസ് ആണ്. കാരണം എന്താണ്? ബോണ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ബോണി കാർട്ടിലേജിനസ്. മനസ്സിലായോ? അപ്പം നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം. അടുത്ത പോയിന്റ് എടുക്കാം. നമുക്ക് അടുത്ത പോയിന്റ് എടുക്കുന്നത് ഇവർ ജീവിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ കോൺട്രിക് തൈസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി മറൈൻ ആണ്. ഇവർ കടലിൽ ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ ഓസ്റ്റിക് തൈസ് എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. മറൈൻ സമുദ്രത്തിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ എവിടെ നമുക്ക് കാണാം? ഫ്രഷ് വാട്ടറിലും കാണാം, മറൈനിലും കാണാം. സോ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു. ഒരാൾ മറൈൻ മാത്രം, അടുത്ത ആൾ എങ്ങനെയാ? ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്യാരക്ടറിലോട്ട് കിടക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. എപ്പോഴും നമുക്ക് എക്സാം പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ് മൗത്ത്. നമ്മുടെ ഇനി ഞാൻ കാർട്ടിലേജിനസ് ഫിഷസ് ആൻഡ് ബോണി ഫിഷസ് എന്നായിരിക്കും പറയാം. അതാണ് പറയാൻ എളുപ്പം. ഞാൻ കോൺട്രിക് തൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ് എന്നുള്ള കടുപ്പുള്ള വാക്കുകളൊന്നും ഇനി ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സോ ഈ കാർട്ടിലേജിനസ് ഫിഷസിൽ അവരുടെ മൗത്ത് എന്ന് പറയുന്നത് വെൻട്രൽ മൗത്ത് ആയിരിക്കും. അതായത് വെൻട്രൽ സൈഡിലാണ് കാണുക. വെൻട്രൽ സൈഡിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ മുൻഭാഗത്ത്. അതായത് ഇപ്പം ഫിഷസ് എടുക്കുകയാണെങ്കിൽ താഴ്ഭാഗത്ത്. ഇപ്പം നമ്മുടെ ഹാർട്ട് എവിടെയാണ്? നമ്മുടെ ഹാർട്ട് വെൻട്രൽ സൈഡിലല്ലേ, അതായത് താഴ്ഭാഗത്തല്ലേ കിടക്കുന്നത്. മീൻസ് നമ്മുടെ മുൻഭാഗത്ത്, ഫിഷസിൻ്റെയൊക്കെ താഴ്ഭാഗത്ത്. ബാക്ക് സൈഡ് എന്താണ്? ഡോഴ്സലാണ്. സോ ഇവരുടെ മൗത്ത് എന്താണ്? വെൻട്രൽ മൗത്ത് ആണ്. എന്നാൽ ബോണി ഫിഷസിൻ്റെ മൗത്ത് എങ്ങനെയാ അറിയോ? ടെർമിനൽ മൗത്താണ്. ആ അഗ്രഭാഗത്തായിരിക്കും, ഒരറ്റത്തായിരിക്കും ഒരു കൂർത്ത വായ നമുക്ക് കാണാൻ കഴിയുക. ടെർമിനൽ മൗത്താണ്. നിങ്ങൾ നമ്മുടെ സാധാ ഫിഷസിനെ കണ്ടാൽ മനസ്സിലാവും, അറ്റത്തായിരിക്കും അവരുടെ മൗത്ത് ഉണ്ടാവുക.
ഓക്കെ, സോ നമ്മൾ മൗത്ത് പറഞ്ഞു. ഇനി അടുത്തത് സ്ട്രക്ചേഴ്സ്. നമുക്ക് സ്ട്രക്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഞാൻ ആദ്യം എടുക്കുന്ന സ്ട്രക്ചർ എയർ ബ്ലാഡർ ആണ്. നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയായിരിക്കും എന്താണ് എയർ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ എന്നുള്ളത്. നിങ്ങൾ ഓർത്തിരിക്കാം, കാർട്ടിലേജിനസ് ഫിഷസിൽ എയർ ബ്ലാഡർ എന്താണെന്ന് അറിയോ? ഇവിടെ ആബ്സെൻ്റ് ആണ്. ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ എന്താണ്? ആബ്സെൻ്റ് ആണ്. ഇവിടെ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ബോണി ഫിഷസിൽ വരികയാണെങ്കിലോ അവിടെ എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്. എയർ ബ്ലാഡർ എന്താണെന്നറിയോ? ഇവിടെ എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്. എന്താണ് എയർ ബ്ലാഡറിൻ്റെ ഫങ്ഷന്? അതെന്താണ്? എയർ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബൊയൻസി കീപ്പ് ചെയ്യാനാണ്. ബൊയൻസി എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്നുമില്ല, സിമ്പിൾ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് എയർ ബ്ലാഡർ. ഇപ്പം നമ്മളൊക്കെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പൊങ്ങിക്കിടക്കാൻ കഴിയില്ലല്ലോ, നമ്മൾ താഴ്ന്നു പോകും, കാരണം നമുക്ക് എയർ ബ്ലാഡർ ഇല്ല. പക്ഷേ ബോണി ഫിഷസിന് പൊങ്ങിക്കിടക്കാൻ കഴിയും, കാരണം അവർക്ക് എയർ ബ്ലാഡർ ഉണ്ട്. ബൊയൻസി എന്നതിന് പറയാം, പൊങ്ങിക്കിടക്കാൻ കഴിയുന്ന കപ്പാസിറ്റിക്ക്. പക്ഷേ ഈ കാർട്ടിലേജിനസ് ഫിഷസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എയർ ബ്ലാഡർ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പൊങ്ങിക്കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ കോൺസ്റ്റൻ്റ്ലി അവർ സ്വിം ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ സമുദ്രത്തിലൊക്കെ പോവുകയാണെങ്കിൽ ചില മീനുകൾ എപ്പോഴും ഇങ്ങനെ ചാടുന്നു കാണാം. കാരണം അവർ അവരുടെ ആ എന്താണ് ആ ബൊയൻസി എന്ന് പറയാൻ പറ്റില്ല, അതായത് അവർക്ക് പൊങ്ങിക്കിടക്കണമല്ലോ, അതിന് മെയിൻറ്റെയിൻ ചെയ്യാണ്, താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, സോ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടിരിക്കും. അതൊരു സ്ട്രക്ചർ. ഇനി നമുക്ക് മറ്റൊരു സ്ട്രക്ചർ എടുക്കാം. ഓക്കെ, ഇനി സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഏതെടുക്കാം? ഒപ്പർക്കുലം എടുക്കാം. ഒപ്പർക്കുലം നമുക്കൊരു വഴിയുണ്ട് ഈ സ്ട്രക്ചേഴ്സ് ഓർത്ത് വെക്കാൻ. ഒപ്പർക്കുലം എന്താണെന്നറിയോ? ആബ്സെൻ്റ് ആണ്. സി നമ്മുടെ എയർ ബ്ലാഡർ പോലെ കോൺട്രിക്ടൈസിൽ ഒപ്പർക്കുലം എന്താണെന്നറിയോ? നമ്മുടെ കുറച്ച് സ്ലൈഡ് പോയിട്ടുണ്ട് തോന്നുന്നു, കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ആണ്. ഒന്നെന്താണ്? എയർ ബ്ലാഡർ ആണ്. സോ ഒന്ന് നമ്മുടെ കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. ഞാൻ പുതിയൊരു സ്ലൈഡ് എടുക്കാം. ഒന്നെന്താണ്? കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. ഒന്ന് കാർട്ടിലേജിനസ് ഫിഷസ് ആണ്, അടുത്തെന്താണ്? ബോണി ഫിഷസ് ആണ്. ഓക്കെ, സോ കാർട്ടിലേജിനസ് ഫിഷസിൽ എന്താണ്? ഇവിടെ എന്താണ്? ഞാൻ ആദ്യം സ്ട്രക്ചർ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം നമുക്ക്. നമ്മുടെ കാർട്ടിലേജിനസ് ഫിഷസിൽ എന്തില്ല എന്നറിയോ? ഒപ്പർക്കുലം അല്ല, നമ്മൾ ആദ്യം എയർ ബ്ലാഡർ ആണല്ലേ പറഞ്ഞത്. എയർ ബ്ലാഡർ ഇവിടെ എന്താണ്? ആബ്സെൻ്റ് ആണ്. ഇവിടെ ആബ്സെൻ്റ് ആണ്. എന്നാൽ ബോണി ഫിഷസിലോ പ്രസൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ട്രക്ചർ ആയിട്ടുള്ള ഒപ്പർക്കുലം എടുക്കുകയാണെങ്കിലും, ഞാൻ ഒപ്പർക്കുലം എടുക്കുക കേട്ടോ. ഒപ്പർക്കുലം എടുത്തു ഞാൻ. ഒപ്പർക്കുലം സെയിം ആണ്. ഒപ്പർക്കുലം എടുത്താലും കാർട്ടിലേജിനസ് ഫിഷസിൽ ഒപ്പർക്കുലം എന്താണ്? ആബ്സെൻ്റ് ആണ്. ഇവിടെ ഇത് ആബ്സെൻ്റ് ആണ്. എന്നാൽ ബോണി ഫിഷസിൽ എന്താണ്? പ്രസൻ്റ് ആണ്. ഇനി എന്താണ് ഒപ്പർക്കുലത്തിൻ്റെ ഫംഗ്ഷൻ? എയർ ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മുങ്ങിത്താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ബോയൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒപ്പർക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒപ്പർക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗിൽസിനെ കവർ ചെയ്യലാണ് അവരുടെ ഫംഗ്ഷന്. ഗിൽസ് ഉണ്ടല്ലോ, ഗിൽസിനെ കവർ ചെയ്യുക. ഓക്കെ, കവറിങ് ഗിൽസിനെ കവർ ചെയ്യാൻ സഹായിക്കുന്നവരാണ് ഒപ്പർക്കുലം. ആ ഒപ്പർക്കുലം എവിടെ ഇല്ല? കാർട്ടിലേജിനസ് ഫിഷസിൽ ഇല്ല. പക്ഷെ എവിടെ ഉണ്ട്? ബോണി ഫിഷസിൽ ഉണ്ട്. ഞാൻ ആ ഗിൽസിൻ്റെ എണ്ണം കൂടി ഒന്ന് പറയാം. കാർട്ടിലേജിനസ് ഫിഷസിലെ 5 to 7 പെയേഴ്സ് ഓഫ് ഗിൽസ് ആണ് കാണുന്നത്. എന്നാൽ ബോണി ഫിഷസിലോ 4 പെയേഴ്സ് ഓഫ് ഗിൽസ് ആണ് കാണുന്നത്. കാർട്ടിലേജിനസ് ഫിഷസിൽ 5 to 7 പെയർ, ബോണി ഫിഷസിൽ 4 പെയർ. ഇവിടെ എന്താ വ്യത്യാസം? എന്താണ്? കാർട്ടിലേജിനസ് ഫിഷസിൽ ഒപ്പർക്കുലം കൊണ്ട് കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ എവിടെ കവർ ചെയ്യുന്നുണ്ട്? ബോണി ഫിഷസിൽ ഒപ്പർക്കുലം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സ്ട്രക്ചർ എടുക്കാം. ഇനിയാണ് അത് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ക്ലാസ്പർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എടുക്കുകയാണ്. ഈ ക്ലാസ്പർ കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഓക്കെ, ഈ ക്ലാസ്പറിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഇവിടെ ക്ലാസ്പർ എന്താണെന്ന് അറിയോ? പ്രസൻ്റ് ആണ്. ഞാൻ മറ്റൊരു കളർ എടുക്കും. ഓക്കെ, ക്ലാസ്പർ പ്രസൻ്റ് ആണ്. എന്നാൽ ബോണി ഫിഷസിലോ ആബ്സെൻ്റ് ആണ്. ഇനി നമ്മൾ സ്ട്രക്ചർ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. എയർ ബ്ലാഡറും
ഒപ്പർക്കുലവും കാർട്ടിലേജിനസ് ഫിഷസിൽ എന്താണ്? ആബ്സെൻ്റ് ആണ്. ഓക്കെ, എന്നാൽ ക്ലാസ്പർ കാർട്ടിലേജിനസ് ഫിഷസിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബോണി ഫിഷസ്. ആദ്യത്തെ 2 കേസ് പ്രസൻ്റ് ആയിരിക്കും, പിന്നെ എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. കാർട്ടിലേജിനസ് ഫിഷസിൽ എയർ ബ്ലാഡറും ഒപ്പർക്കുലവും ആബ്സെൻ്റ് ആണ്, എന്നാൽ ക്ലാസ്പർ പ്രസൻ്റ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ? ബോണി ഫിഷസിൽ. മനസ്സിലായോ? ഇനി ക്ലാസ്പറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ക്ലാസ്പർ ഇനി നമ്മൾ അടുത്തൊരു പോയിന്റിലോട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ക്ലാസ്പറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയ്റ്റിംഗ് ആണ്. ഒരു മെയ്റ്റിംഗ് ഓർഗനാണിത്. ഓക്കെ, റീപ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ഓർഗനാണ് ക്ലാസ്പർ. അതുകൊണ്ട് തന്നെ കാർട്ടിലേജിനസ് ഫിഷസ് എന്തായിരിക്കും? വിവി പാരസ് ആയിരിക്കും. ശരിയല്ലേ? കാരണം ഇവിടെ മെയ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, വിവി പാരസ് ആയിരിക്കും. അപ്പോൾ ബോണി ഫിഷസ് എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് ഒവി പാരസ് ആയിരിക്കും. ഒവി പാരസ് ആയിരിക്കും. ഒരാൾ വിവി പാരസ് ആണ്, അടുത്ത ആൾ ഒവി പാരസ് ആണ്. സോ സ്ട്രക്ചർ ഒന്നുകൂടി പറയാം. കാർട്ടിലേജിനസ് ഫിഷസിൽ എയർ ബ്ലാഡറും ഒപ്പർക്കുലവും ആബ്സെൻ്റ് ആണ്, എന്നാൽ ക്ലാസ്പർ എന്താണ്? പ്രസൻ്റ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ? ബോണി ഫിഷസിൽ. അതുപോലെ ക്ലാസ്പറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെയ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ വിവി പാരസ് ആണ്, എന്നാൽ ബോണി ഫിഷസ് എന്താണ്? ഒവി പാരസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രക്ചറാണ്. അതായത് ഒന്ന് നമ്മുടെ ആരാണ്? ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിക്കാം. ഇവിടെ കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. ഇവിടെ എന്താണ്? ബോണി ഫിഷസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്ട്രക്ചർ എന്തായിരുന്നു? സ്കെയിൽസ്. ഇനി നമുക്ക് സ്കെയിൽസ് എടുക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, ഇവിടെ പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. എന്നാൽ ബോണി ഫിഷസിൽ കാണുന്നത് സൈക്ലോയിഡ്, അല്ലെങ്കിൽ മറ്റൊരു പേര് വിളിക്കാം നമുക്കതിനെ ടീനോയിഡ്. സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ്. കാർട്ടിലേജിനസ് ഫിഷസിൽ ഏതാണ്? പ്ലക്കോയിഡ് ആണ്. ബോണി ഫിഷസിൽ ഏതാണ്? സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് എടുക്കാം. നമ്മൾ മൗത്ത് എടുത്തു, ഒപ്പർക്കുലം എടുത്തു, എയർ ബ്ലാഡർ എടുത്തു, ക്ലാസ്പർ എടുത്തു. ഇനി നമുക്ക് ഏതെടുക്കണം? ഇനി നമുക്ക് ഇവരുടെ ഫെർട്ടിലൈസേഷൻ എടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാർട്ടിലേജിനസ് ഫിഷസിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. എന്നാൽ ബോണി ഫിഷസിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. എവിടെയാണ് ഇന്റേണൽ? കാർട്ടിലേജിനസ്. അപ്പോൾ ബോണി എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് എക്സ്റ്റേണൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, പല എക്സാമിനും കാണുന്ന, എസ്പെഷ്യലി നീറ്റ് എക്സാമിനൊക്കെ കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. കാർട്ടിലേജിനസ് ഫിഷസ് യൂറിയോടെലിക് ആണ്. യൂറിയോടെലിക് ആണ്. എന്നാൽ ബോണി ഫിഷസോ അമോണോടെലിക് ആണ്. അമോണോടെലിക് ആണ്. എന്താ യൂറിയോടെലിക് എന്ന് പറഞ്ഞാൽ? യൂറിയോടെലിക് ഓർഗാനിസംസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? യൂറിയ ആയിരിക്കും. യൂറിയ, നമ്മുടെ മനുഷ്യന്മാരെ പോലെ. എന്നാൽ അമോണോടെലിക്കോ അമോണിയ. അമോണിയ അമോണിയ അപ്പോൾ ഇത് മറ്റൊരാളുടെ ഉണ്ടല്ലോ, യൂറിക്കോടെലിക്, അതായത് യൂറിക് ആസിഡ്. അത് ഇവിടെ വരുന്നില്ല. നമ്മുടെ കാർട്ടിലേജിനസ് ഫിഷസ് യൂറിയോടെലിക് ആണ്, എന്നാൽ ബോണി ഫിഷസ് എന്താണ്? അമോണോടെലിക് ആണ്. ഒരാൾ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യും, അടുത്ത ആൾ എന്ത് ചെയ്യും? അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അതും പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ മോസ്റ്റ്ലി എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്, ഇനിയൊന്നും വിട്ടിട്ടില്ല. ഇനി നമുക്ക് പറയാനുള്ളത് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി കാർട്ടിലേജിനസ് എഴുതുക കേട്ടോ. കാർട്ടിലേജിനസ്. അടുത്ത എന്താണ്? ബോണി ഫിഷസ്. ഓക്കെ, എക്സാമ്പിൾസിലോട്ട് വന്നാൽ സി, നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ ഡോഗ് ഫിഷ്. കാർട്ടിലേജിനസ് ഫിഷസിൽ ഞാൻ ഒന്നാമത് എടുക്കുന്നത് ഡോഗ് ഫിഷസ് ആണ്. ഡോഗ് ഫിഷ്. ഡോഗ് ഫിഷസ് അല്ല, ഡോഗ് ഫിഷ്. ഡോഗ് ഫിഷിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്കോളിയോഡൻ എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ പേരുകൾ, സ്കോളിയോഡന്. അടുത്തതാണ് സോ ഫിഷ്. പ്രിസ്റ്റിസ്, സോ ഫിഷ്. ദെൻ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഗ്രേറ്റ് വൈറ്റ്
ഷാർക്ക്. എന്ത് വിളിക്കാം നമുക്കതിനെ? കർക്കാരോഡൻ എന്ന് വിളിക്കാം. കർക്കാരോഡൻ, കർക്കാരോഡൻ. അടുത്തത് എന്താണ്? സ്റ്റിംഗ് റേ. എന്താണ്? സ്റ്റിംഗ് റേ. സ്റ്റിംഗ് റേ എന്ന് പറഞ്ഞാൽ ട്രൈഗൺ, ട്രൈഗൺ, സ്റ്റിംഗ് റേ. അടുത്തത് ടോർപിഡോ, ടോർപിഡോ. ഈ ടോർപിഡോയുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട്. ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള ഒരു ഫിഷാണ് ടോർപിഡോ. അതുപോലെ എന്തുണ്ട്? സ്റ്റിംഗ് റേ ഒക്കെ ഉണ്ട്. ട്രൈഗൺ എന്തുണ്ട്? പോയിസൺ സ്റ്റിംഗ് റേ ഉണ്ട്. ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബോണി ഫിഷസിലോട്ട് വരാം. ബോണി ഫിഷസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് നമുക്കറിയാം ബോണി ഫിഷസ് എവിടെ കാണാം? നമുക്ക് മറൈൻ എൻവയോൺമെന്റിൽ കാണാം, അതുപോലെ ഫ്രഷ് വാട്ടറിൽ കാണാം. ഞാൻ ആദ്യം എടുക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ഫ്രഷ് വാട്ടർ ആണ്. ഫ്രഷ് വാട്ടർ, ഫ്രഷ് വാട്ടർ. ഓക്കെ, ഫ്രഷ് വാട്ടറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം എടുക്കുന്നത് ആരെ നമുക്ക് ആദ്യം എടുക്കാം? രോഹുവിനെ എടുക്കാം. രോഹു, രോഹു, രോഹു. ഇതിന്റെ യഥാർത്ഥ പേരെന്താണ്? ലാബിയോ. അടുത്തത് നമുക്ക് അറിയുന്ന പേരാണ് കട്ല. കട്ല, കട്ല നമുക്ക് എന്ത് തന്നെ വിളിക്കാം? കട്ല എന്ന് തന്നെ വിളിക്കാം. അതുപോലെ മാഗോർ, മാഗോർ എന്നറിയപ്പെടുന്ന ക്ലാരിയസ്, ക്ലാരിയസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഞാൻ എടുക്കുന്നത് നമുക്ക് എവിടെ എടുക്കാം? നമ്മുടെ മറൈൻ എൻവയോൺമെന്റ് എടുക്കാം. മറൈൻ എടുക്കാം. മറൈൻ, മറൈൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, മറൈൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. ഓക്കെ, ഒന്നെന്താണ്? ഫ്ലൈയിങ് ഫിഷ് ആണ്. ഞാൻ ഇങ്ങനെ എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേര് പറഞ്ഞിട്ടാണ് അവരുടെ യഥാർത്ഥ പേര് പറയുന്നത്. അതാണ് രസം. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ ഓപ്പോസിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലൈയിങ് ഫിഷ്, ഫ്ലൈയിങ് ഫിഷ്. ഇതിന്റെ യഥാർത്ഥ പേരെന്താണ്? എക്സോസീറ്റസ്. എന്താണ്? എക്സോസീറ്റസ്. ഇനി അടുത്തത് എന്താണ്? സീ ഹോഴ്സ്, കടൽ കുതിര. സീ ഹോഴ്സ്, സീ ഹോഴ്സ് എന്താണ്? ഹിപ്പോ ക്യാമ്പസ്. എന്താണ്? ഹിപ്പോ ക്യാമ്പസ്. ഇനി നമുക്ക് അക്വാറിയം എടുക്കാം. അക്വാറിയം അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അതായത് അക്വാറിയത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോണി ഫിഷസ് ആണ്. അക്വാറിയം, അക്വാറിയം പലരുടെയും വീടുകളിൽ യൂസ് ചെയ്യുന്ന ഫിഷസ് തന്നെയാണ്. ഒന്നാമത്തത് നമുക്കൊരു ഇത് രസത്തിൽ ഓർത്തു വെക്കാം. ഫൈറ്റിംഗ് ഫിഷ് ആണ്. ഫസ്റ്റ് ഫൈറ്റിംഗ് ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ്. ബേട്ട ഓർത്തു വെക്കാനാണ്. ബേട്ട നമ്മൾ പറയില്ലേ, ബേട്ട ഡോണ്ട് ഫൈറ്റ് എന്ന് പറയില്ലേ. ബേട്ട എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ്, ഹിന്ദി വേർഡാണ് ബേട്ട. സോ ബേട്ട ഡോണ്ട് ഫൈറ്റ് എന്ന് പറയില്ലേ. സോ അതുപോലെ നമുക്ക് ഓർത്തിരിക്കാം ഫൈറ്റിംഗ് ഫിഷ്, ബേട്ട. ദെൻ അടുത്താണ് ഏഞ്ചൽ ഫിഷ്. നമ്മുടെ ഏഞ്ചൽ, ഏഞ്ചൽ ഫിഷ്. ഏഞ്ചൽ ഫിഷ് എന്താണ്? ടീറോഫില്ലമാണ്, ടീറോഫില്ലമാണ്, ടീറോഫില്ലമാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു അക്വാറിയം, ഫൈറ്റിംഗ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, മറൈൻ, ഫ്ലൈയിങ് ഫിഷ്, സീ ഹോഴ്സ്, ഫ്രഷ് വാട്ടർ, റോഹു, കട്ല, മാഗോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഇത് 1-2 പ്രാവശ്യം നിങ്ങൾ കേട്ട് നോക്കുക. ടെക്സ്റ്റ് ജസ്റ്റ് വായിക്കുക. ടെക്സ്റ്റിൽ ഒരു ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്താണ് അരിച്ചു പെറുക്കി ഒരു ക്രമത്തിൽ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.